കിട്ടിയിട്ടുണ്ട്, അത് അവഗണിച്ചു. പിന്നെ ഇതിലെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ MLA-മാർ, ജനപ്രതിനിധികൾ, പാർലമെന്റ് മെമ്പർമാർ നിരന്തരം ഇവരോട് ഇത് പറയുന്നുണ്ട്. ഒരു വില, ഒരു നിലവാരം പോലും പിന്നെ പ്രാദേശിക മനുഷ്യർക്കോ ജനപ്രതിനിധികൾക്കോ ഹൈവേ അതോറിറ്റിയും ഇതിന്റെ കോൺട്രാക്ടിംഗ് ടീമും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് ഇവിടെ സഞ്ചരിച്ചാൽ കാണാൻ കഴിയും. ചെണ്ടപ്പുറായ എന്നൊരു ഗ്രാമമുണ്ട്, ഇവരിതിനെ ചന്തപ്പുരായ എന്നാണ് വിളിക്കുന്നത്. VK പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിന് VK പാടി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഒന്ന് പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ടോ മറ്റോ ലിങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നതിന്റെ ഒന്നാം തരം തെളിവാണത്. അതുകൊണ്ട് മേൽപ്പാലം എന്ന ആവശ്യത്തിൻ്റെ അപ്പുറം ജീവിക്കാൻ കഴിയില്ല. പിന്നെ പരിസരത്ത് ആൾക്കാർ പാർക്കുന്നുണ്ട്. ഈ പിന്നെ ലോക്കൽ റോഡിലൂടെ നാട്ടുകാരാണ് പോകേണ്ടത്. അത് ഒരു നിലക്കും പാലം എന്നതിൻ്റെ അപ്പുറത്തേക്ക് പുറകോട്ട് പുനർനിർമ്മാണം വേണം. പാലം തന്നെ നിർമ്മിക്കണം, ഫ്ലൈ ഓവർ തന്നെ വേണം. അത് തന്നെയാണ് അഭികാമ്യം. ബാക്കിയൊക്കെ എന്തിനാണ് ഈ ദുരന്തം ഇനിയും ക്ഷണിച്ചു വരുത്തുന്നത്? ഇതൊക്കെ നേരത്തെ നാട്ടുകാർ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നു പിന്നെ വിദഗ്ധ സംഘം. ഈ വിദഗ്ധ സംഘം നേരത്തെ വന്ന് പരിശോധിച്ചതിന് ശേഷമല്ല നിർമ്മാണം നടക്കേണ്ടത്. ഇത്രയും കോടികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? മാത്രമല്ല പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാളും ഇപ്പോൾ എട്രിക്കോട് സ്ഥലത്ത് പാടാണ്, അതിനേക്കാളും പ്രയാസമുള്ള സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ കട്ട വച്ചിട്ട് കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്, വെള്ളം വരുന്ന സ്ഥലമാണ്. അതൊന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ പുഴ പോയി നോക്കാം. 6 വരിപ്പാതയാണിത്, അവിടുന്ന് 5 വരിപ്പാതയാണ്. ഏതാനും സ്ഥലം 5 വരിപ്പാതയാണ്. ഏകദേശം പുഴ തൂർന്നിരിക്കുകയാണ്, പുഴ ഇല്ലാതായിരിക്കുകയാണ്. കാരണം പാലം നിർമ്മാണത്തിന് ഇത് നടന്നപ്പോൾ സൈഡ് മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് പോയി. അടുത്ത അപകടം അവിടെ വേറെ വരാനുണ്ട്. ശരിക്കൊന്ന് പരിശോധിച്ചാൽ ഒരു ഭീകരമായ അവസ്ഥ ഹൈവേയിലും ഹൈവേന്റെ പരിസരത്തും നിലനിൽക്കുന്നുണ്ട്. പണ്ടത്തെ റോഡ് എന്നിട്ടത് പൊന്നിയാടിയിട്ടില്ല. ഞാൻ പ്രളയത്തിന് ഇതിൽ വരും പുറത്ത് കൂടി, എന്നിട്ട് പ്രളയത്തിനൊപ്പത്തിനും എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുമ്പോൾ 2 മീറ്റർ താഴ്ച വെള്ളത്തിലായില്ലേ. സർവീസ് റോഡ് കഴിഞ്ഞാലും വെള്ളത്തിലായില്ലേ. ഒരു മാധ്യമങ്ങളും ഈ റോഡ് വരുന്ന അപാകതകൾ എഞ്ചിനീയറിംഗ് ഇല്ല, സൂപ്പർ സ്വന്തമാണ്. ഞാൻ യൂട്യൂബിൽ എസരിച്ച് മാത്രമേ കാണുള്ളൂ. എത്ര വാർത്തകളെ പക്ഷെ അത് തുടങ്ങിയ ശേഷം ആകാത്ത പഠനം അപ്പത്തന്നെ. പിന്നെ ഈ സർവീസ് റോഡ് കഴിഞ്ഞാലും വെള്ളത്തിലായി നടത്തിക്കണം. അന്നത്തെ ഈ സർവീസ് റോഡ് എന്തറിയോ നിങ്ങൾ പറഞ്ഞാലേ ഈ എല്ലാ പ്രളയകാലത്ത് ഈ സർവീസ് റോഡ് മാത്രമല്ല എല്ലാം മുങ്ങി. പക്ഷെ ഈ ഹൈവേ മുടങ്ങില്ലല്ലോ. റോഡ് സമുദ്രം പോലെ ആവും. അപ്പൊ ഈ പ്രളയത്തിനും അതിന്റെ മുമ്പും ഇത്ര വെള്ളം വരുന്ന ആരാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? ആരാണ്? NH-ന്റെ ഇവിടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരല്ലേ? അവരിത് റിപ്പോർട്ട് ഉണ്ടാവില്ലേ? അവര് റിപ്പോർട്ട് നിർമ്മാണ കമ്പനി കൊടുത്തോ? അത് കൊടുക്കാത്തത് കൊണ്ടാണ് പ്രളയം വന്ന കാലം അതിന് മുമ്പ് എത്രമാത്രം വെള്ള റൂട്ടിൽ പൊഞ്ഞു നിൽക്കുന്നു. ഈ പ്രദേശത്തിന്റെ ഏക്കറുകണക്കിന് ഇത് മനസ്സിലാക്കാതെ ആ റിപ്പോർട്ട് ഈ വലിയ വലിയ എഞ്ചിനീയർമാർ ആ റിപ്പോർട്ട് കൊടുക്കാതെ റോഡിന്റെ നിർമ്മാണം ഡൽഹിയിൽ ഇരുന്നിട്ട് തയ്യാറാക്കുകയും മൊത്തം കേന്ദ്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കേന്ദ്രം നല്ല കമ്പനിയാണ്, നല്ല കൺസ്ട്രക്ഷനാണ്. ഒരാൾ വേണ്ട ആൾക്ക് മരിച്ചതല്ലോ. പക്ഷേ ഇത് ഡൽഹിയിൽ ഇരുന്നിട്ട് പ്ലാൻ തയ്യാറാക്കി ഉത്തരേന്ത്യക്കാരായ എഞ്ചിനീയർമാർ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് ഈ കുത്തക കമ്പനികൾ കൊടുത്തു. കേരളത്തെ പറ്റി കാമാന്നറിയാത്ത നിങ്ങൾക്കറിയാം പാലത്തിന്റെ അക്കര പൊട്ടി റോഡ് താഴ്ത്തി കൊടുത്തപ്പെട്ടു പല സ്ഥലത്തും. ഇവിടെ അമീൻ MLA-ന്റെ അവിടെ ഇടിമൂഴിക്കല് മമ്മാലിപ്പള്ളി ഇല്ല, ഇത് മനസ്സിലാക്കത്ത ആൾക്കാരാണ്. അപ്പൊ ആരെ കുറ്റവാളി? കേരളത്തിലടക്കമുള്ള മലയാളികളായ NH-ന്റെ എഞ്ചിനീയർമാർ മുതൽ ഡൽഹിയിലുള്ളവർ വരെ ഇതിന് അതല്ല കമ്പനിക്കാരെ ഞങ്ങൾ കുറ്റവാളി. അവരവരെ ജീവിത പ്രശ്നത്തിന് വേണ്ടി കോൺട്രാക്ട് എടുക്കുന്നു. നല്ല കമ്പനികളാണ്, അവരാണ് ഉത്തരവാദിത്വം. ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിയിട്ട്